കേരള പോലീസിന്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു കാൽവയ്പാണ് മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത്. കേരളത്തിൽ മൊത്തം 484 പോലീസ് സ്റ്റേഷനുകളാണ് ഇന്ന് നിലവിലുള്ളത്. ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഈ ചടങ്ങ് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും പോലീസുകാരും ജനമൈത്രി അംഗങ്ങളും MLA-മാരടക്കമുള്ളവർ വീക്ഷിക്കുകയാണ്. മൊത്തത്തിൽ ഈ പദ്ധതി 1000 കേന്ദ്രങ്ങളിലാണ് ഇന്ന് പോലീസ് പേരൂർക്കടയിലെ ഈ ഉദ്ഘാടന ചടങ്ങ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എക്കാലത്തും രാജ്യത്തിനാകെ മാതൃകാപരമായ ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിലുള്ളത്. ലോകത്തെ തന്നെ ഏറ്റവും ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് കോഴിക്കോടാണ്. നമുക്കറിയാം, ഇന്ന് സുതാര്യമായ നിയമ നിർവഹണ സംവിധാനമാണ് കേരള പോലീസ്. ഈ നേട്ടങ്ങളിലെല്ലാം നമുക്ക് അഭിമാനിക്കാം. അത് നമുക്കെല്ലാവർക്കും സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ കുറെ കൂടി പരിഷ്കരണം ആവശ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിനനുസൃതമായി ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായിരിക്കുന്ന വൻപിച്ച മാറ്റത്തിന് അനുസൃതമായി കേരള പോലീസിന്റെ പ്രവർത്തനങ്ങളിലും സമൂലമായ മാറ്റം അനിവാര്യമാണ്. ജനസൗഹൃദ പോലീസായി കേരള പോലീസിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മൈ പോലീസ് സ്റ്റേഷൻ എന്ന പദ്ധതി ആരംഭിക്കുന്നത്. പോലീസ് സംവിധാനത്തെ ജനങ്ങളുമായി ചേർത്ത് നിർത്തുക, ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റുക, ഇതാണ് പോലീസിനെ കൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഭരണകൂടത്തിന്റെ മർദ്ദന ഉപകരണമായിരുന്നു ഒരു കാലത്ത് പോലീസ്. ഇന്ന് ജനസേവകരായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ പോലീസായി കേരള പോലീസ് മൈ പോലീസ് സ്റ്റേഷനിലൂടെ രൂപാന്തരപ്പെടുകയാണ്. ജനങ്ങളെ കൂടുതൽ സ്വാഗതം ചെയ്യുന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനുകളുടെ അകവും പുറവും മാറുകയാണ്. 484 പോലീസ് സ്റ്റേഷനുകളിലും കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഒരേ പെയിന്റ്, ഒരേ രീതി, ഒരേ പ്രവർത്തനം, ഒരേ ശൈലി, അതിനുള്ള നിർദ്ദേശമാണ് DGP നൽകിയത്. ഇന്ന് കേരളത്തിൽ സന്തോഷത്തോടെ പറയട്ടെ, എല്ലാ പോലീസ് സ്റ്റേഷനുകളും ഒരേ കളറിലുള്ള പോലീസ് സ്റ്റേഷനുകളായി മാറുകയാണ്. 484 പോലീസ് സ്റ്റേഷനുകളും കളറ് മാറുക മാത്രമല്ല, പ്രവർത്തനത്തിലും മാറ്റം വരികയാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും ചെന്നാൽ പഴയ കാലത്ത് വേണ്ടത്ര സൗഹൃദത്തോടെ അവരെ പെരുമാറുന്നില്ല എന്ന പരാതിയുണ്ട്. ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ അവരെ സ്വാഗതം ചെയ്യുന്ന, അവർക്ക് ഗുഡ് മോർണിംഗ് പറയുന്ന, അവരെ സ്വീകരിക്കുന്ന, അവരോട് ഇരിക്കാൻ പറയുന്ന ഒരു പ്രവർത്തന ശൈലിയിലൂടെയാണ് പരാതിയുമായി വരുന്ന ആളുകളെ പോലീസ് സ്വീകരിക്കാൻ പോകുന്നത്. അകവും പുറവുമുള്ള മാറ്റം, അത് പ്രവർത്തനത്തിലുള്ള മാറ്റം തന്നെയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ്. പണ്ടൊക്കെ ഏതെങ്കിലും കുറ്റകൃത്യമോ അല്ലെങ്കിൽ പരാതിയോ കൊടുക്കാൻ വേണ്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതെങ്കിൽ ഇന്നൊരു മൊബൈൽ ഫോൺ കളഞ്ഞു പോയാൽ ഓടിച്ചെല്ലുന്ന പോലീസ് സ്റ്റേഷനിലാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ആളുകൾ പോകുന്ന പോലീസ് സ്റ്റേഷനിലാണ്. ഹൊറർ സിനിമയിലെ കെട്ടിടം പോലെയാണ് പല പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരുന്നത്. പഴകി തുരുമ്പിച്ച വാഹനങ്ങൾ, വർഷങ്ങളായി മണൽ ലോറികൾ, അവിടെ പാമ്പും പഴുതാരയും നിറഞ്ഞ പോലീസ് സ്റ്റേഷന്റെ പ്രിമിസസുകളാണ്, പരിസരങ്ങളാണ് നമ്മൾ കണ്ടതെങ്കിൽ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ പഴയ വാഹനങ്ങൾ മാറ്റാനും നമുക്ക് വിൽക്കാൻ കഴിയുന്ന വിറ്റ് ട്രഷറിയിലേക്ക് പണമടയ്ക്കാനും കോടതികളിൽ കിടക്കുന്ന കേസുണ്ടെങ്കിൽ ആ കോടതികളിൽ കേസ് പെട്ടെന്ന് തീർക്കാനും നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ആക്രിക്കടകളെ പോലെ പഴയ തുരുമ്പിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും. ലോകരാജ്യങ്ങളിൽ നമ്മൾ പോയാൽ എന്താ, ഒരിടത്തും
യൂണിഫോം ഇട്ട പോലീസിനെ നമ്മൾ കാണില്ല. പക്ഷേ നമ്മളെ നിയന്ത്രിക്കാൻ അവിടെ പോലീസ് ഉണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അദൃശ്യമായ പോലീസിന്റെ കരങ്ങൾ എല്ലായിടത്തും നമ്മളെ നോക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. കേരള പോലീസിനെ അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഇന്റർനാഷണൽ പോലീസിന്റെ രീതികൾ, സിനിമകൾ, ഡോക്യുമെന്ററികൾ, റീലുകൾ തുടങ്ങിയതിലൂടെ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളും അതുപോലെ മാറാൻ ആഗ്രഹിക്കുന്നു. കാലാന്തരത്തിൽ ആ മാറ്റം ഉണ്ടാകും. കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന തലമുറയാണ് ഇന്നുള്ളത്. പോലീസ് സേനയിലും ഡിഗ്രിയുള്ളവർ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർ, LLB പഠിച്ചവർ, ഞാൻ ഈ പാസിംഗ് ഔട്ട് പരേഡിൽ പോകുമ്പോൾ കാണാം പല ആളുകളും LLB പാസ്സായവർ, MA MCom പാസ്സായവർ, മികച്ച ഡിഗ്രിയുള്ള ചെറുപ്പക്കാരാണ് ഇന്ന് പോലീസ് സേനയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഈ ജൻസി തലമുറയാണ് നാടിന്റെ യുവത്വം. ഇന്നത്തെ പോലീസ് പഴയ പോലീസ് അല്ലെന്ന് പറയാനുള്ള കാരണം വളരെ മാറ്റം പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നിയമം അറിയില്ല എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് അല്ല. എല്ലാവരും നിയമം അറിഞ്ഞിരിക്കണം. നിയമപാലകന്മാരാണ് പോലീസുകാർ. അവർ ആ നിയമത്തെ പാലിക്കാനും ഉറപ്പുവരുത്താനും ഉള്ള ഉത്തരവാദിത്തം. പോലീസുകാരുടെ ജോലിഭാരം കുറയ്ക്കുക ഒരു പ്രധാന കാര്യമാണ്. ജനസംഖ്യാനുപാതികമായി നമുക്ക് വേണ്ടത്ര പോലീസില്ല. പക്ഷേ സാമ്പത്തിക പരാധീനത ഉള്ളതുകൊണ്ട് സർക്കാരിന് കൂടുതൽ പോലീസുകാരെ പലപ്പോഴും നിയമിക്കാൻ കഴിയില്ല. പക്ഷേ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുകയും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്ത് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന, യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ഉണ്ടാവുകയാണെങ്കിൽ ഈ പോലീസിലുള്ള അമിത ജോലിഭാരവും ആത്മഹത്യാ പ്രവണതകളും നമുക്ക് ഇല്ലാതാക്കാമെന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ.